നമസ്കാരം. ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർക്കാർ, PSC, പ്രൈവറ്റ്, സ്ഥിര നിയമനം, താൽക്കാലിക ജോലി തുടങ്ങി എല്ലാത്തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ. സംസ്ഥാന സർക്കാരിനു കീഴിൽ താൽക്കാലിക ജോലി 40,000 രൂപ വരെ ശമ്പളം. സംസ്ഥാന സർക്കാരിനു കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രദ്ധേയമായ അവസരം. കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ 2 തസ്തികകളിലേക്കാണ് താൽക്കാലിക നിയമനം നടത്തുന്നത്. കോർഡിനേഷൻ മാനേജർ, അക്കൗണ്ട്സ് ഓഫീസർ എന്നീ തസ്തികകളിലാണ് ഒഴിവുകളുള്ളത്. നിയമനം 11 മാസത്തേക്കാണ്. എന്നാൽ ഉദ്യോഗാർത്ഥിയുടെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ കാലാവധി നീട്ടി നൽകാൻ സാധ്യതയുണ്ട്. അപേക്ഷകൾ CMD കേരളയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് സമർപ്പിക്കേണ്ടത്. ആദ്യം കോർഡിനേഷൻ മാനേജർ തസ്തികയുടെ വിശദാംശങ്ങൾ നോക്കാം. ഈ തസ്തികയിൽ ഒരു ഒഴിവാണ് ഉള്ളത്. അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ജനറൽ മാനേജ്മെന്റ് സ്പെഷ്യലൈസേഷനോടുള്ള MBA ആണ് വിദ്യാഭ്യാസ യോഗ്യത. കുറഞ്ഞത് 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ളവർക്ക് മുൻഗണന ലഭിക്കും. സർക്കാർ ഏജൻസികളുമായി ചേർന്ന് പ്രവർത്തിച്ച പരിചയമുള്ളവർക്കും ഓഫീസ്, ഫയൽ സംവിധാനങ്ങളിൽ അറിവുള്ളവർക്കും മുൻഗണനയുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും മികച്ച ആശയവിനിമയ ശേഷിയും ആവശ്യമാണ്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുവാനുള്ള പരമാവധി പ്രായം 40 വയസ്സാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 40,000 രൂപ വരെ ശമ്പളം ലഭിക്കും. ഇനി അക്കൗണ്ട്സ് ഓഫീസർ തസ്തിക. ഇവിടെയും ഒരു ഒഴിവാണ് ഉള്ളത്. MCOM അല്ലെങ്കിൽ CA, ICMA യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. CA, ICMA യോഗ്യതയുള്ളവർക്ക് കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. അതേസമയം MCOM യോഗ്യതയുള്ളവർക്ക് 3 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. കൂടാതെ GST ഫയലിംഗ്, IT ഫയലിംഗ്, അഡ്വാൻസ്ഡ് ടാലി അല്ലെങ്കിൽ തത്തുല്യ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള ദൈനംദിന അക്കൗണ്ട് ഓപ്പറേഷൻ, സ്റ്റാച്യുറി ഓഡിറ്റ്, ബാങ്കുകളുമായുള്ള കോഓർഡിനേഷൻ തുടങ്ങിയ മേഖലകളിൽ പരിചയവും ആവശ്യമാണ്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുവാനുള്ള പരമാവധി പ്രായം 30 വയസ്സാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 35,000 രൂപ ശമ്പളം ലഭിക്കും. 2 തസ്തികകളിലേക്കുമുള്ള നിയമനം 11 മാസത്തേക്കുള്ള താൽക്കാലിക നിയമനമാണ്. പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ കാലാവധി നീട്ടുന്നതിനുള്ള സാധ്യതയുമുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 2, 2026. അതിനാൽ യോഗ്യതയുള്ളവർ അവസാന തീയതി വരെ കാത്തുനിൽക്കാതെ ഇന്നുതന്നെ അപേക്ഷിക്കുന്നതാണ് നല്ലത്. കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ഔദ്യോഗിക വിജ്ഞാപനം പരിശോധിക്കുവാനും CMD കേരളയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. വിജ്ഞാപനത്തിലെ യോഗ്യത, പ്രായപരിധി, പ്രവൃത്തി പരിചയം, മറ്റു നിബന്ധനകൾ എന്നിവ പരിശോധിച്ച ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. 40,000 രൂപ വരെ ശമ്പളം ലഭിക്കുന്ന സംസ്ഥാന സർക്കാരിന് കീഴിലെ ഈ താൽക്കാലിക ജോലി നിങ്ങൾക്ക് അനുയോജ്യമാണോ എങ്കിൽ യോഗ്യതയുള്ളവർ ഈ അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക. ഇത്തരം സർക്കാർ ജോലി, PSC, ബാങ്ക്, റെയിൽവേ, വിദ്യാഭ്യാസ മേഖലകളിലെ ഏറ്റവും പുതിയ അവസരങ്ങൾ അറിയാൻ സ്റ്റഡി ഫോർ ഷുവർ വിത്ത് സ്റ്റെല്ലർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ജോലി അന്വേഷിക്കുന്ന സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപേക്ഷിക്കുന്നതിനു മുമ്പ് ഔദ്യോഗിക വിജ്ഞാപനം നിർബന്ധമായും പരിശോധിക്കുക. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും. വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.